കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് മിക്സഡ് ആയിട്ടാണ്. ഡൗ ജോൺസും S&P 500ഉം പോസിറ്റീവായിട്ടും നാസ്ഡാക്ക് ഒരു അല്പം മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ ജോബ്ലെസ് ക്ലെയിം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷനാണ് പ്രധാനപ്പെട്ട വറീസ് ആയിട്ട് ഇപ്പോൾ വീണ്ടും പറയുന്നത്. അത് ഇനിയുള്ള റേറ്റ് കട്ടിനെ അത് ഒരുപക്ഷെ ബാധിച്ചേക്കാം. GNX നിഫ്റ്റി ഇന്നിപ്പോൾ മൈനസ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ ലോവറാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നിപ്പോൾ നിഫ്റ്റി 23,630 660 ലെവൽ ഓപ്പൺ ചെയ്യുമെന്നാണ് കരുതുന്നത്. 23,605 23,530 23,460 ലെവലാണ് സപ്പോർട്ട്. റെസിസ്റ്റൻസ് ഉള്ളത് 23,740 23,820 23,900 ലെവലിലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 49,700 49,400 സപ്പോർട്ടും റെസിസ്റ്റൻസ് 50,080 50,200 50,400 ലെവലിലാണ്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇത് പോസിറ്റീവ് ന്യൂസ് ആണ്. രണ്ട് ദിവസമായിട്ട് റിലയൻസിൽ പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പെട്രോളിയം പ്രോഡക്റ്റിന്റെ കൺസംഷൻ കൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും പോസിറ്റീവാണ്. ഇന്ന് TCSന്റെ റിസൾട്ട് ഉണ്ട്. അനലിസ്റ്റിന്റെ എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് പുറത്തു വരുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തേക്കാം. ചൈനയിലെ ഇൻഫ്ലേഷൻ രാവിലെ വന്നിട്ടുണ്ട്. ചൈനയിലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരിക്കുന്നത് ഇൻഫ്ലേഷൻ കുറഞ്ഞ് പൂജ്യത്തിലേക്കെന്നുള്ള രീതിയിലാണ് വരുന്നത്. സ്റ്റിമുലസ് പാക്കേജ് കൊടുക്കുന്നതും ഫലപ്രദമായിട്ട് വരുന്നില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. FISും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോഴും ഷോർട്ട് പൊസിഷൻ തന്നെയാണ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.